എല്ലാവർക്കും നമസ്കാരം. അടുത്ത തിരുനാമമാണ് നിരാകുല. നിരാകുല, ആകുലമെന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖങ്ങളില്ലാത്തവൾ, ദുഃഖങ്ങൾ, വ്യസനങ്ങൾ, ചാഞ്ചല്യങ്ങൾ ഇതൊന്നുമില്ലാത്തവൾ. പരബ്രഹ്മത്തിന്, ദേവിക്ക് ദുഃഖങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല. നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് 3 തരത്തിലുള്ള വ്യസനങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളാണ് ഉള്ളത്. ദുഃഖങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് ആധി എന്നാണല്ലോ. ആധി. അപ്പോൾ ആധിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആധി, ആത്മികം. ആത്മികമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കാണ് ആധി ആത്മികം എന്ന് വിളിക്കുന്നത്. അതിനെ ചേർത്ത് പറയുമ്പോൾ ആധ്യാത്മികം എന്ന് പറയും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ദുഃഖം, ആധി എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ ധായാണ്. ആധ്യാത്മികം, അതാണ് ആധി. നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് പറയുന്ന പേരാണ് ആധ്യാത്മികം. പക്ഷേ അവിടെ ധനത്തിൻ്റെ ധായ ആധ്യ. നേരെ മറിച്ച് അവിടെ യുദ്ധത്തിൻ്റെ ധായ വരുന്നതെങ്കിൽ ആധ്യാത്മികം എന്നാണ് പറയുന്നതെങ്കിൽ അർത്ഥത്തിന് വ്യത്യാസം വരും. സ്പിരിച്വൽ എന്നർത്ഥം വരും. അതുകൊണ്ട് എപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആധ്യാത്മിക മേഖല, യുദ്ധത്തിൻ്റെ യുദ്ധമാണ് വരുന്നതെങ്കിൽ സ്പിരിച്വൽ പ്ലെയിൻ എന്നർത്ഥം വരും. നേരെ മറിച്ച് ധനത്തിൻ്റെ ധായാണ് വരുന്നതെങ്കിൽ ദുഃഖമെന്നായിരിക്കും അർത്ഥം വരിക. അപ്പോൾ ആധ്യാത്മികം, അതായത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അതിനെയാണ് ആധ്യാത്മികം എന്ന് വിളിക്കുക. പിന്നെ ആധി ഭൗതികം, നമുക്ക് ചുറ്റിനും നിന്ന് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ. ചുറ്റിനും നിന്നുണ്ടാകുന്ന ഒരാൾ നമ്മളോട് എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത കാര്യം പറയുക, നമുക്ക് പിന്നെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടാതെ വരിക, അല്ലെങ്കിൽ ആവശ്യത്തിന് ധനം കിട്ടാതെ വരിക, രോഗങ്ങൾ വരിക, ദുരിതങ്ങൾ വരിക, സമയത്തിന് വിവാഹം നടക്കാതിരിക്കുക, കുട്ടികളുണ്ടാവാതിരിക്കുക, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ദുഃഖങ്ങളെയാണ് ആധിഭൗതികം എന്ന് പറയുക. 3-ാമത്തേതാണ് ആധിദൈവികം. ദൈവമെന്നുള്ള വാക്കിന് വിധി എന്നൊരർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ ദൈവമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈ വാക്കിന് വാസ്തവത്തിൽ വിധി, പ്രത്യേകിച്ചും ദുർവിധി എന്നൊക്കെ അർത്ഥം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആധിദൈവികമെന്ന് പറഞ്ഞാൽ വിധിവശാൽ വരുന്നത് എന്ന് വെച്ചാൽ ഭൂകമ്പം, വെള്ളപ്പൊക്കം, ഇടി, മിന്നൽ, അപകടങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന ദുഃഖങ്ങളെയാണ് ആധിദൈവികം എന്ന് പറയുക. അപ്പോൾ ഇത് ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ദുഃഖങ്ങൾ വരിക. അപ്പോൾ നിരാകുല, ഈ 3 തരത്തിലുള്ള ആകുലങ്ങളും ദുഃഖങ്ങളും ദേവിയെ ബാധിക്കില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയാണ് ദേവിയെ നിരാകുല എന്ന് വിളിക്കുന്നത്. ഈ അർത്ഥം തന്നെ മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്കുണ്ട് ഈ ദുഃഖങ്ങൾ, പക്ഷേ ദേവിക്കത് ഇല്ല. അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ നിരാകുല എന്ന് വിളിക്കുന്നത്. അടുത്ത തിരുനാമമാണ് നിർഗുണ, ഗുണങ്ങളില്ലാത്തവൾ. എന്താ ഗുണങ്ങളില്ല എന്ന് പറയാൻ കാരണം? ഗുണങ്ങളെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ ഗുണങ്ങളാണ്. ഇപ്പോൾ കട്ടിയായിരിക്കുക, ഇരുമ്പ് കട്ടിയാണല്ലോ, അതിൻ്റെ കറുത്ത നിറം ഒരു ഗുണമാണ്. കട്ടി എന്ന് പറയുന്ന ഒരു ഗുണമാണ്. നിറങ്ങളെല്ലാം ഗുണങ്ങളാണ്. നിറം, അതുപോലെ കട്ടി, അയഞ്ഞത്, ഒഴുകുന്നത്, ഒഴുകാത്തത്, ഇതെല്ലാം ഗുണങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ദൂരമില്ലായിക, ഇങ്ങനെയൊക്കെയുള്ളത് മുഴുവൻ ഗുണങ്ങളാണ്. നമ്മുടെ സ്പർശനശക്തി ഒരു ഗുണമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം പ്രപഞ്ചത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ ഈ ഗുണങ്ങളൊന്നും ദേവിക്ക് ഇല്ല. കാരണം ദേവി ഗുണങ്ങൾക്ക് അതീതയാണ്, ഗുണങ്ങൾക്ക് അപ്പുറത്താണ് നിൽക്കുന്നത്. ഇതൊന്നും ദേവിയെ ബാധിക്കില്ല. നമ്മുടെ സനാതനധർമ്മത്തിലെ ഈശ്വരൻ്റെ സ്വരൂപമാണ് ഈ പറയുന്നത്, ഈ സഹസ്രനാമം പറയുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ ശക്തിയായിട്ട് ഓർമ്മ വേണം. കാരണം മറ്റു മതങ്ങളിൽ അവരുടെ ഈശ്വരൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ഈശ്വരൻ ദേഷ്യം വരുന്നയാളും, ശപിക്കുന്നയാളും, യുദ്ധം ചെയ്യാൻ പ്രേരണ കൊടുക്കുന്നയാളും, മറ്റുള്ളവരെ കൊല്ലാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വൈകൃതങ്ങളും പല സിദ്ധാന്തങ്ങളിലുമുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സനാതനധർമ്മത്തിലെ ഈശ്വരൻ്റെ സ്വരൂപം ഇതാ, സർവവ്യാപിയാണ്. മറ്റൊരു മതത്തിലും ഈശ്വരൻ സർവവ്യാപിയല്ല, നിരാകുലമാണ്, ദുഃഖങ്ങൾ ബാധിക്കാത്തതാണ്.
മറ്റു പല മതങ്ങളിലും അവരുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം ദുഃഖിതനായി, അല്ലെങ്കിൽ ദൈവം ശപിച്ചു, ദൈവം പ്രേരണ കൊടുത്തു, ഇന്നത് ചെയ്യാൻ പ്രേരണ കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഇതൊന്നും ദൈവത്തിന് ചേർന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വേറിട്ട് മനസ്സിലാക്കണം. നിരാകാര, നിരാകുല, അടുത്തത് നിർഗുണ, ഇതുപോലെയൊക്കെയുള്ള ഗുണങ്ങൾ ഒന്നും തന്നെ ഈശ്വരനില്ല. ഇതൊക്കെ പ്രപഞ്ചത്തിൽ വന്ന് ശരീരം എടുക്കുന്ന സമയത്ത് മാത്രമേ ഈ ഗുണങ്ങളുണ്ടാവൂ. നിർഗുണ, അടുത്തത് നിഷ്കള, കലകൾ ഇല്ലാത്തത്. കലകളെന്ന് പറഞ്ഞാൽ ശക്തി. നമുക്ക് സ്പീഡിൽ ഓടാൻ കഴിയുന്നത് ഒരു ശക്തിയാണ്, ഒരു കലയാണ്. വണ്ണം വെക്കാൻ പറ്റുക, മെലിഞ്ഞു പോകാൻ കഴിയുക, ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് ശക്തികൾ നമുക്കുണ്ട്. സ്പീഡിൽ ചാടാൻ പറ്റുക, സ്പീഡിൽ ഓടാൻ പറ്റുക, പാടാൻ പറ്റുക, ഗുസ്തി പിടിക്കാൻ പറ്റുക, അഭിനയിക്കാൻ പറ്റുക, ഇതുപോലെയൊക്കെയുള്ള ഇങ്ങനെയുള്ള നമ്മുടെ കഴിവുകൾ മുഴുവൻ, ഇതിനെല്ലാം പറയുന്ന പേരാണ് കല. നമ്മുടെ കഴിവുകളെന്നാണ് വാക്കിനർത്ഥം. നിഷ്കള എന്ന് പറഞ്ഞാൽ കലയില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രത്യേക ഗുണങ്ങളുണ്ടല്ലോ, ശക്തികൾ, അത് ദേവിക്കില്ല. ദേവിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേവിക്ക് വണ്ണം വെക്കണമെന്നില്ല, മെലിയണമെന്നില്ല. ദേവിക്ക് ആരുടെയും ഔദാര്യം വേണ്ട. അപ്പോൾ ദേവിക്ക് നിറങ്ങൾ ആവശ്യമില്ല, ദേവിക്ക് ഭക്ഷണം വേണ്ട, ദേവിക്ക് പ്രത്യേക കഴിവുകൾ, പാടാനുള്ള കഴിവോ ചാടാനുള്ള കഴിവോ നൃത്തം ചെയ്യാനുള്ള കഴിവോ ഇതൊന്നും ദേവിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നിഷ്കള, കലകളില്ലാത്തവൾ എന്നാണ് ആ വാക്കിനർത്ഥം. അടുത്ത നാമമാണ് ശാന്ത. ശാന്തയാണ്. ശാന്തി എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം ഈശ്വരൻ സൃഷ്ടിച്ച സമയത്ത് അതേതവസ്ഥയിലായിരുന്നു, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ശാന്തി. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത് മനസ്സിലാകുന്നില്ലല്ലോ. അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളം ഈശ്വരൻ സൃഷ്ടിച്ച സമയത്ത് അതെത്ര ശുദ്ധമായിരുന്നു. പക്ഷേ ഇപ്പോഴോ സമുദ്രത്തിലെ വെള്ളം മലിനമായി, നദികളിലെ വെള്ളം മലിനമായി, കിണറുകളിലെ വെള്ളം മലിനമായി. ഈശ്വരൻ സൃഷ്ടിച്ച സമയത്തെ ശുദ്ധി ഇപ്പോൾ ജലത്തിനില്ല. ഈശ്വരൻ സൃഷ്ടിച്ച സമയത്തെ ശുദ്ധി ഇപ്പോൾ പർവ്വതങ്ങൾക്കില്ല, കൃഷിഭൂമികൾക്കില്ല, വായുവിനില്ല, ബഹിരാകാശത്ത് പോലുമില്ല. അവിടെ പോലും നമ്മൾ ഓരോ യന്ത്രങ്ങളും റോക്കറ്റും ഒക്കെ വിട്ട് ബഹിരാകാശം പോലും നമ്മൾ നശിപ്പിച്ചു വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് പറ്റുക? അപ്പോൾ ഇങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ച സമയത്തെ ശുദ്ധി ഉണ്ടല്ലോ, ആ ശുദ്ധി അതേപടി നിലനിർത്തുന്നതിന് പറയുന്ന പേരാണ് ശാന്തി. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിനെ ഈശ്വരൻ സൃഷ്ടിക്കുന്ന സമയത്ത് അതിനെ ശാന്തമായിട്ടാണ് സൃഷ്ടിച്ചത്. ടെൻഷനും ആങ്സൈറ്റിയും ദുഃഖങ്ങളും കൗതൂഹലങ്ങളും വ്യാകുലതകളും ഇതൊന്നും ഈശ്വരൻ നമ്മുടെ മനസ്സിൽ നിറച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ശാന്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഈശ്വരൻ നമുക്ക് തന്ന സമയത്ത് ഈ മനസ്സ് ശാന്തമായിരുന്നു, സ്വച്ഛമായിരുന്നു. ആ അവസ്ഥ എനിക്ക് തിരിച്ചു തരണേ എന്നാണ് ആ മന്ത്രത്തിനർത്ഥം. എല്ലായിടത്തും ശാന്തി നിറയണേ. ഓം ദ്യൗ ശാന്തി. ദ്യൗ എന്ന് പറഞ്ഞാൽ ബഹിരാകാശം. അന്തരീക്ഷം ശാന്തി. അന്തരീക്ഷത്തെ ശാന്തമാക്കണമേ. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ ഈ വായു ഒരുമാതിരി ഉള്ള സ്ഥലം, നമ്മൾ ഇംഗ്ലീഷിൽ എക്സോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറയില്ലേ, ആ തലങ്ങൾ, ആ അടരുകൾ, അതിന് പറയുന്ന പേരാണ് അന്തരീക്ഷം. അതിന് പുറത്തുള്ള ശൂന്യാകാശത്തിന് പറയുന്ന പേരാണ് ദ്യൗ. അപ്പോൾ ദ്യൗ ശാന്തി, അന്തരീക്ഷം ശാന്തി. ഇങ്ങനെ നമുക്കൊരു ശാന്തി മന്ത്രമുണ്ട്. എല്ലാം ശാന്തമാകട്ടെ, വനസ്പതികൾ ശാന്തമാകട്ടെ, ഔഷധികൾ വനസ്പതി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സസ്യങ്ങൾ, ഔഷധികളെന്ന് പറഞ്ഞാൽ മരുന്ന് സസ്യങ്ങൾ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് സസ്യങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. ഇതെല്ലാം ശാന്തമാകട്ടെ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ശാന്തി ഉണ്ടാവട്ടെ. ഇതൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ച സമയത്ത് എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിൽ നിലനിൽക്കട്ടെ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ ദേവി ശാന്തയാണ് എന്ന് വെച്ചാൽ ആദിമകാലം മുതൽ, അതായത് ഈ എങ്ങനെയായിരുന്നോ ദേവി അതുപോലെ തന്നെ തുടരും. ദേവിക്ക് ഒരു മാറ്റവുമില്ല. ഭൂമി മാറും, നമ്മൾ മനുഷ്യൻ്റെ ആത്മാവിന് വ്യത്യാസം വരും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ചിന്തിക്കുന്ന ചിന്തകൾക്കും അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരും. ദേവിക്ക് അങ്ങനെ വ്യത്യാസം വരില്ല. അത് എന്നും ശാന്തമാണ്.
നിഷ്കളാ ശാന്ത, ശാന്തയാകുന്നു, ശാന്തിയുടെ സ്വരൂപമാകുന്നു ഈശ്വരൻ എന്നാണ് ഇതിനർത്ഥം. ഹരി ഓം ഹരി.